അപ്പോൾ 916 മറ്റൊരു സിനിമ, പ്രേക്ഷകർ സിനിമ ഏറ്റെടുക്കുന്ന കാലഘട്ടത്തിൽ ഒരു സിനിമ അങ്ങ് വരികയാണ്. 916 എന്താണ് പറഞ്ഞു വെക്കണം? 916 കുഞ്ഞൂട്ടൻ പറഞ്ഞു വെക്കുന്നത് എന്താ പറയുക, കൂടുതൽ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ കുഞ്ഞൂട്ടൻ എന്നൊരാളുടെ ജീവിതത്തിൻ്റെ ഒരു ഏട് അങ്ങനെ പറഞ്ഞു പോകുന്നു. അതിലേക്ക് കുറേ നല്ല കഥാപാത്രങ്ങൾ വരുന്നു. മാക്സിമം രസിപ്പിക്കണം എന്നുള്ള തരത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലേക്ക് സിനിമ അങ്ങനെ പോകും. അതാണ് സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്തരം കഥാപാത്രങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒരു അവകാശവാദമുള്ള ഒരു ചെറിയൊരു സബ്ജക്റ്റ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വിശ്വാസം നമ്മൾ ഇറക്കുന്ന സബ്ജക്റ്റ്, ഈ ഒരു നാടൻ സ്റ്റൈൽ അല്ലെ, ഒരു ഗ്രാമവും കുറേ സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ ഈ സിനിമയിൽ കാണുമ്പോൾ ലുക്കിലും അതിലെല്ലാം എനിക്ക് തോന്നി, എനിക്ക് പേഴ്സണൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിക്ക് തോന്നിയതാണ്. അതിലെല്ലാം ഉണ്ട് ഇതിനകത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, നാടൻ ശൈലി മാത്രമല്ല, എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള എന്താ പറയുക, ഒരു മാസോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു മോഡേൺ ഔട്ട്ലുക്കിൽ വരുന്ന സംഭവങ്ങളും സിനിമയിലുണ്ട്. കണ്ടല്ലേ? വില്ലനാണോ നായകനാണോ എന്ത് കഥാപാത്രം അതങ്ങനെ സർപ്രൈസ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുക. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും ഉണ്ടല്ലോ, കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ, ഒരു നല്ല പ്രായമുള്ള ആൾക്കാർക്ക് വരെ ഒരു സിനിമ കണ്ട് ഒരു സുഖം കിട്ടുന്ന തരത്തിലേക്കാണ് അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പിന്നെ അതിനകത്ത് ഇപ്പം ഞാൻ കുറേ സിനിമകളിൽ പ്രധാന വേഷം ചെയ്തതിൽ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് കുഞ്ഞൂട്ടൻ്റെ ഒരു ഒരു കൗതുകം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ നമുക്ക് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒതുക്കി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു രസമുള്ളൊരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞല്ലോ കുറേ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രം ചെയ്ത കഥാപാത്രങ്ങൾ പല രീതിക്കുണ്ട് അല്ലേ. ജയറാമേട്ടൻ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നു, അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ. ഒരു കാലഘട്ടത്തിൽ അജയ് ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഏറ്റവും മനസ്സിൽ സ്വന്തമായിട്ട് തോന്നുന്ന ഒരു കഥാപാത്രം ഉണ്ടാവും, സ്വന്തമായിട്ട് ഇതാണ് എൻ്റെ കഥാപാത്രം, എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് മാറി പ്രേക്ഷകന് ഈ കഥാപാത്രം എന്ത് കൊടുക്കും? ഇങ്ങനെ പറയാൻ പറ്റും. കാരണം ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ തരത്തിലും ഇയാളുടെ രീതികളിലാണെങ്കിലും ഈ ക്യാരക്ടറിനെ വെച്ചിരിക്കുന്ന ചില ഏരിയകളിലും ആണെങ്കിലും, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പൊക്കക്കുറവൊന്നും, ഈ കുഞ്ഞൂട്ടൻ എന്നുള്ള പേര് മാത്രമേ ഒരു കുഞ്ഞുള്ളൂ, ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തൊന്നും അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഇയാൾ നല്ലൊരു കുടുംബമുണ്ട് ഇയാൾക്ക്. ഇയാളുടെ ജീവിതത്തിലെ ഓരോരോ സ്റ്റേജസ് ഈ സിനിമയിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല പല ഷെയ്ഡുകളിലൂടെ കടന്നു പോകുന്ന ഒരു കൗതുകമുള്ളൊരു ക്യാരക്ടറായിരിക്കും. അപ്പോൾ ഹൈദരാജിക്ക് അറിയാമല്ലോ, നമുക്ക് വിരലിലെണ്ണാവുന്ന നല്ല നല്ല കഥാപാത്രങ്ങളായിരിക്കും നമ്മളെ തേടി എത്തുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് വന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രം വന്നപ്പോൾ ഞാനത് ഏറ്റെടുത്ത് ചെയ്തു. പ്രേക്ഷകർ കണ്ടിട്ട് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും സിനിമയ്ക്ക് പ്രതീക്ഷയോടെ കയറുന്നവർക്ക് ബോറടിക്കാത്തൊരു സിനിമയായിരിക്കും. അത് പറയാൻ പറ്റും, ഉറപ്പിച്ച് പറയാൻ പറ്റും. അതെ, ഈ ടിനിയുമായിട്ടുള്ള യാത്ര കാലഘട്ടങ്ങളായിട്ടുള്ളതാണ് അല്ലേ. നിങ്ങളുടെ മിമിക്രി കാലം തൊട്ട് ടിനിയും പക്രുവും എന്ന് തന്നെയാണ് ഒരു കോമ്പിനേഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാലഘട്ടം ഇടയ്ക്ക് ഒരു സിനിമയിൽ നിന്നും നിങ്ങൾ സിനിമയിൽ നിന്നും മാറിപ്പോയായിരുന്നു, വീണ്ടും നിങ്ങൾ ഒന്നിക്കുന്ന പ്രത്യേകത ഈ സിനിമയ്ക്ക് ഞാൻ കാണുന്നുണ്ട്. ആ ഒരു യാത്ര എങ്ങനെയാണ്? അതായത് ഒരു കാലത്ത് 3 കാലഘട്ടമായിട്ട് വേണമെങ്കിൽ പറയാം. സ്റ്റേജ് ആദ്യം, അത് കഴിഞ്ഞിട്ട് TV ചാനലുകൾ, ഇപ്പോൾ സിനിമ. അപ്പോൾ സിനിമയിൽ തന്നെ ഇപ്പം പല പല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാകാരന്മാരുടെ ഒരു അപ്ഡേഷൻ ഉണ്ടല്ലോ, നമ്മളും കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ തമാശകളൊക്കെ പറഞ്ഞു, നമ്മൾ കുറേ സ്റ്റേജ് പരിപാടികളൊക്കെ ചെയ്ത് ജനങ്ങളെ ചിരിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് റിയാലിറ്റി ഷോകളുടെ ജഡ്ജിങ്ങിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ, അതായത് ഞങ്ങൾ ഈ രണ്ടുപേരും കൂടെ നിന്ന് ഭാസി ബഹദൂർ പോലത്തെ സംഭവങ്ങളൊന്നും അല്ല ഈ സിനിമ. അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.